അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമൂർത്തിടാതെ പറകിലും അപരതത്വമെന്ന പോലെ ഈ അറിവ് അറിയുന്നവനന്യമാകുവില. ആത്മോപദേശ ശതകത്തിൻ്റെ 60ാമത്തെ ശ്ലോകത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാനിങ്ങനെ ഒന്ന് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. എന്താണ് നമുക്ക് ഈ ഒരു ആത്മോപദേശ ശതകത്തിൻ്റെ അല്ലെങ്കിൽ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന അറിവിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് വെളിച്ചമാണ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചം ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കുറേ വർഷങ്ങളായി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 16ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ആത്മോപദേശ ശതകം വായിക്കുന്നത്. അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, ഒരു ശ്ലോകം പോലും വായിച്ചിട്ട് മനസ്സിലായില്ല. ഗുരുനിത്യയുടെ ആ 100 ധ്യാനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഗുരുവായൂർ അമ്പലനടയിലുള്ള മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു മഞ്ഞയും കറുപ്പൊക്കെ ഇങ്ങനെ ഒരു അബ്സ്ട്രാക്റ്റ് ഡിസൈനുള്ള ഒരു പുസ്തകം അമ്മയ്ക്ക് ദിവസവും ധ്യാനിക്കാൻ വേണ്ടി എഴുതി കൊടുത്ത പുസ്തകം. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ആത്മോപദേശ ശതകത്തിൻ്റെ ക്ലാസ് തുടങ്ങിയത്. ആദ്യമായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു പുസ്തകവും അതായിരുന്നു. സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ ആ കണക്ക് തെറ്റിച്ച് പറഞ്ഞിട്ട് കയ്യിലാക്കിയ പൈസ വെച്ചിട്ട് വാങ്ങിച്ച പുസ്തകമാണ്. പല പ്രാവശ്യം ഞാനത് എൻ്റെ രാത്രികളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കും. എനിക്കൊന്നും മനസ്സിലാവില്ല, ശ്ലോകം തീരെ മനസ്സിലാവില്ല. പിന്നെ ഗുരുനിത്യ എഴുതിയിട്ടുള്ള അതിൻ്റെ ആസ്വാദനം അതിലും മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാവില്ലെങ്കിലും ആ 2 ഗുരുക്കന്മാരുടെ ഒരു ഗുരുത്വം, ഒരു വെളിച്ചം പോലെ ഇങ്ങനെ നെഞ്ചിലേക്ക് കയറുന്നത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും നമുക്ക് പാടിത്തരുമ്പോൾ നമുക്ക് പാട്ട് മനസ്സിലാവുകയല്ലല്ലോ ചെയ്യുന്നത്, പാട്ടിൽ മനസ്സില്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ശ്രുതി സ്മൃതി എന്ന വിഷയത്തെക്കുറിച്ച് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു അനുഭവമാണോ നമ്മുടെ മനസ്സിനെ ഇല്ലാതെയാക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് ശ്രുതി എന്ന്. അതുകൊണ്ടാണ് ഈ സംഗീതത്തെ ശ്രുതിയുമായിട്ട് ചേർത്ത് വെച്ച് പറയുന്നത്. നാദാത്മകമായിട്ടുള്ള ഏതൊരു അനുഭവവും ശ്രുതി മധുരമായിരിക്കും. അതൊരു പക്ഷേ വലിയ വലിയ ചിന്തകളെ ഒന്നും നമുക്ക് സമ്മാനിക്കില്ലെങ്കിലും വലിയ വലിയ മനസ്സിലാക്കലുകളെ ഒന്നും നമുക്ക് സമ്മാനിക്കില്ലെങ്കിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ, കുറച്ചും കൂടി നനവാർന്ന രീതിയിൽ, കുറച്ചും കൂടി മനുഷ്യത്വത്തോടു കൂടി നമുക്ക് നമ്മളോട് പെരുമാറാനും നമ്മുടെ ചുറ്റുള്ളവരോടും പെരുമാറാനുമുള്ള ഒരു ഉള്ള് നമുക്കത് സമ്മാനിക്കാറുണ്ട്. നല്ലൊരു പാട്ട് കേട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രാർത്ഥന കേട്ട് അത് നമ്മളുടെ ഉള്ളിൽ അനുഭവിപ്പിച്ച ആ ശ്രുതി ലയത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതിനോടൊക്കെ നമുക്ക് ഇഷ്ടമാണ് തോന്നുക. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ശത്രുപക്ഷമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മൾ അറിയാതെ
നമ്മൾ ഉണർന്നു പോകാറുണ്ട്. അതെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടല്ല. ഒരുപക്ഷെ ഒരു കാര്യം വളരെ ഹൃദ്യമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ, ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരനുഭവവും എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി തരുന്നതല്ല. സത്യത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതുവരെ മനസ്സിലാക്കി വെച്ചിരുന്ന പല ധാരണകളെയും അഴിച്ചു കളയാണ് ചെയ്യുന്നത്. പലപ്പോഴും വളരെ ഹൃദയപൂർവമുള്ള ഒരു സ്നേഹസ്പർശം നമുക്കുണ്ടാവുമ്പോൾ, ആരിൽ നിന്നുണ്ടായാലും, അതുവരെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കെട്ടിപ്പൊക്കിയിരുന്ന നമ്മുടെ സങ്കല്പങ്ങളൊക്കെ അഴിഞ്ഞു വീഴുകയും, എന്താണ് സ്നേഹമെന്നൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരുന്ന നമ്മൾ ഒന്നും പറയാതെ മൗനമായി പോവുകയും ചെയ്യാണ് ചെയ്യുക. ഒരാൾ ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് ഏറ്റവും ആഴത്തിൽ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇപ്പം ഇന്നലെ പുഷ്പ ആടുപാമ്പേ പുനം തേടുപാമ്പേ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ആ കുണ്ടലിനി പാട്ട് പാടിയപ്പോൾ അത് പാടിക്കേട്ട് അതിൻ്റെ ആ മൊത്തം പാട്ടല്ല, ആ പാട്ടിലെ ഏതൊക്കെയോ ചില വരികൾ പുഷ്പ പാടിയപ്പോൾ ഏതൊക്കെയോ ചില വരികളിൽ കൊടുത്ത ഒരു ധ്വനി ഒരു പെട്ടെന്നൊരു ഗുരുത്വത്തിലേക്ക്, ഒരു മൗനത്തിലേക്ക്, ഒരു മനസ്സില്ലായ്മയിലേക്ക് കൊണ്ടുപോയിട്ട് ഇടുകയും പിന്നെ അവിടെ നിന്ന് എണീറ്റ് വരാൻ തോന്നുന്നില്ല. നമ്മളെ ഹൃദയം നിറയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. അവിടെ പുഷ്പമില്ല, പുഷ്പയുടെ പാട്ടില്ല, ഗുരുവില്ല, കുണ്ടലിനി പാട്ടുമില്ല, ഞാനില്ല, കേൾക്കുന്ന ഷൗക്കത്തുമില്ല. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ ലാപ്ടോപ്പും വെബ് ക്യാമൊക്കെ വെച്ച് വേറെ ഏതോ സ്ഥലത്തിരിക്കുന്ന ഒരു പുഷ്പയുടെ ഒരു മൊബൈൽ വെച്ച് അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ഇവിടെ പല ആളുകളും ഇരുന്ന് ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ പല തരത്തിലുള്ള അറിവുകളിൽ ഇരുന്നിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ആ ഗുരുവിൻ്റെ ഒരു കൃതി, അത് ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെ, അത് ഉൾക്കൊള്ളുന്ന ഒരു നിറവിനെ ഹൃദയത്തിലേക്ക് ധ്യാനിച്ച് പുഷ്പ പാടുകയാണ്. പുഷ്പ തന്നെയാണ് പാടുന്നത്. നാരായണ ഗുരുവിൻ്റെ കൃതി പുഷ്പ എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ഠനാളത്തിലൂടെ, ആ പ്രാണനിലൂടെ പുറത്തേക്ക് വരുന്നു. ഇപ്പുറത്തിരുന്ന് ഞാനും നിങ്ങളൊക്കെ അത് കേൾക്കുന്നു. അതിൻ്റെ ഏതോ ഒരു ധ്വനിഭേദം, ഏതോ ഒരു ഏറ്റിറക്കം, പാടുപാമ്പേ അമ്പേ പോകുന്നതായിരിക്കാം. ഒരു പക്ഷെ ഏതോ ഒരു ധ്വനിഭേദം പെട്ടെന്ന് പുഷ്പയിൽ നിന്നും, പുഷ്പയുടെ പാട്ടിൽ നിന്നും, ഗുരുവിൽ നിന്നും, ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ടിൽ നിന്നും, ഷൗക്കത്തിൽ നിന്നും ഒക്കെ വിടർത്തിയിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു മൗനത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങ് വീഴ്ത്തുന്നുണ്ട്. പിന്നെ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിന്ന് ഉണർന്നു വന്ന് എന്തെങ്കിലും പറയാൻ തോന്നുന്നില്ല. ആ മൗനത്തിൻ്റെ കൂടെ അങ്ങ് ഇരുന്നു കൊടുക്കാനാ തോന്നുന്നു. കാരണം ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുറവ് പറയാൻ പറ്റുക. ഏറ്റവും ആഴം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അപ്രീസിയേഷൻ കുറഞ്ഞു പോകും. ശരിക്കും നമ്മൾ ഇങ്ങനെ ആംഗ്യങ്ങളും ഭാവങ്ങളും കണ്ണുനീരിലൂടെയൊക്കെ നമുക്കതിനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. വാക്കിനേക്കാൾ കൂടുതൽ മറ്റ് എക്സ്പ്രഷൻസാണ് നമുക്ക് വരിക. ഇങ്ങനെ കാക്കും, നമ്മളിങ്ങനെ ഇരിക്കും. വ്യാക്ഷേപക ആംഗ്യങ്ങളും ഭാവങ്ങളും ആയിരിക്കും നമ്മുടെ ഉള്ളിൽ വരിക. കാരണം മനസ്സുകൊണ്ട് നമുക്ക് പലപ്പോഴും ആഴമാർന്ന അനുഭവങ്ങളെ ഒന്നും തന്നെ മനസ്സുകൊണ്ട് ദ്യോതിപ്പിക്കാൻ പറ്റില്ല, ആവിഷ്കരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ സംഗീതത്തിന് ലോകത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ
ലോകത്തിലെ സംഗീതം എന്ന് പറയുന്നതിന് ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല, അങ്ങനെ തന്നെ പറയാം നമുക്ക്. ഏതെങ്കിലും തരത്തിലുള്ള താളനിബദ്ധമായിട്ടുള്ള സ്വരധ്വനികളെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല, ഒരു ജീവി ഉണ്ടാവില്ല. നമുക്ക് ഫിലോസഫി ഇഷ്ടപ്പെടാത്തവരുണ്ട്, ലിറ്ററേച്ചർ ഇഷ്ടപ്പെടാത്തവരുണ്ട്, പ്രാർത്ഥന ഇഷ്ടപ്പെടാത്തവരുണ്ട്, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ സംഗീതം എന്ന് പറയുന്ന ഒരു ഭാവം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എന്തുകൊണ്ടായിരിക്കാം? സംഗീതം ഒന്നും നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും, സംഗീതം നമ്മളെ ഭൂതഭാവി വർത്തമാന സ്മരണകളിൽ നിന്നൊക്കെ നമ്മളെ വിടർത്തിയിട്ട് ശ്രുതിമധുരമായ ഒരു ഭൂമികയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ഒരു മനസ്സില്ലായ്മ എന്ന് പറയുന്ന, ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയാത്ത, ഞാൻ, എൻ്റെ അറിവ്, എൻ്റെ മനസ്സിലാക്കലുകൾ, ഇങ്ങനെ എൻ്റേത് എന്ന് ചേർത്ത് വെച്ച് എന്തിനൊക്കെയാണോ നമ്മൾ കെട്ടിപ്പൊക്കി പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോവാൻ സഹായിച്ചിട്ടുള്ളത് നാദമാണ്. നമ്മൾ പല പ്രാവശ്യവും ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള വരികൾ, ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരികമായ ആകാശം, നമ്മുടെ ബോധാകാശം നാദാത്മകമായി ധ്വനിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ തരത്തിലുമുള്ള ദൃശ്യപ്രപഞ്ചവും അടങ്ങും. ഞാൻ, എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, എൻ്റെ അനുഭവം, ഈ ഞാൻ എന്നും എൻ്റേത് എന്നും ഉള്ളതിനോട് ചേർത്ത് വെച്ച് നമ്മൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം ആ ശ്രുതിമധുരമായ ആത്മത്വത്തിൽ അടങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവിക്കാറുണ്ട് എപ്പോഴും. ഞാൻ 16-ാമത്തെ വയസ്സിൽ ഈ പറയുന്നത് പോലെ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിന് ഗുരു എഴുതിയ 100 ധ്യാനങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകം എടുത്തു വെച്ച് വീടിൻ്റെ മുകളിലുള്ള വരാന്തയിൽ പുറത്ത് വന്നിരുന്ന് നല്ല നിലാവും കാറ്റൊക്കെ ഉള്ള സമയത്ത് ലൈറ്റിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോഴും എനിക്കത് നല്ലൊരു പാട്ട് കേൾക്കുന്നത് പോലെയാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു ഗുരു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ഗുരുവിൻ്റെ വാക്കുകൾ, അതിൻ്റെ മുകളിൽ നടത്തിയിട്ടുള്ള ധ്യാനം, അത് സ്വന്തം അമ്മയ്ക്ക് ദിവസവും ധ്യാനിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നു. ഇതിൻ്റെ ഒക്കെ അന്തർധാരയായിട്ടിരിക്കുന്ന ഒരു വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അറിവിൻ്റെയും എല്ലാം കൂടിയുള്ള ഒരു ഭാവം ആ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് ഞാൻ മണിക്കാനെ, ഈ പുസ്തകം ഞാൻ വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മണിക്കെന്നോട് ചോദിക്കും, എത്ര ശ്ലോകമായി? അപ്പോൾ ഞാൻ പറയും 8 ശ്ലോകമായി. എന്താ മനസ്സിലായേ? ഞാൻ പറയും, എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് ശ്ലോകം മനസ്സിലായിട്ടില്ല. കാരണം ആ പുസ്തകത്തിൽ ശ്ലോകത്തിൻ്റെ അന്വയം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അത് വായിക്കാൻ പോലും എനിക്കറിയില്ല. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ എന്നൊക്കെ വെച്ചിട്ട് അതങ്ങ് വിടും, എനിക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ പിന്നെ ഗുരുവിൻ്റെ ആ വ്യാഖ്യാനം വായിക്കും. എന്നാലും ഞാനിങ്ങനെ ഒപ്പിച്ച് വായിക്കും. ഒരു കുട്ടി നമ്മളിങ്ങനെ സ്ലേറ്റിൽ തറ പറ എന്ന് എഴുതി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നിഷ്കളങ്കത്വം ഫീൽ ചെയ്യാറുണ്ട്. കാരണം അവനിങ്ങനെ എഴുതി പഠിക്കണം. അപ്പോൾ എന്നുള്ളതൊക്കെ ഇങ്ങനെ എഴുതി അവസാനം അതിങ്ങനെ കറക്റ്റ് തെറ്റിയിട്ടൊക്കെ എഴുതുമ്പോൾ നമ്മൾ ചിരിക്കും. ആ കുഞ്ഞിന് തെറ്റ് പറ്റിയെന്നല്ല നമുക്ക് തോന്നാറ് എപ്പോഴും. അത് കൃത്യമായിട്ട് എഴുതണമെന്നൊന്നുമില്ല. നമ്മളത് എങ്ങനെയെങ്കിലൊക്കെ അവൻ ആ ചോക്ക് കൊണ്ട് ആ സ്ലേറ്റിൽ ഇങ്ങനെ എഴുതുന്നത് അനുഭവിച്ച് നമ്മൾ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി അനുഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ഒരു സ്ലേറ്റിൽ തറ പറ എന്ന് എഴുതുന്നത് പോലെയുള്ള ഒരു അറിവില്ലായ്മയുടെ ലോകത്തിൽ ഇരുന്നു കൊണ്ടാണ് ആത്മോപദേശതകം വായിക്കുന്നതും
പഠിക്കാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. പക്ഷെ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ദിവസവും അത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും, ആ ശ്ലോകം ചൊല്ലാൻ അറിയില്ലെങ്കിലും, അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും, ഗുരു അതിലൂടെ പറയാൻ ശ്രമിച്ച ആ ഒരു ആസ്വാദനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ രാത്രികൾ, ആ വായനകൾ എനിക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു സ്വാസ്ഥ്യമുണ്ട്. ആ സ്വാസ്ഥ്യമാണ് പിറ്റേ ദിവസവും അത് വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഒരു ഫിസിക്സ് പഠിക്കുന്നത് പോലെയോ, ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്നത് പോലെയോ, ഒരു സയൻസ് പഠിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നത് പോലെയോ ആയിരുന്നില്ല. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് വെച്ച് പുറത്ത് കൃത്യമായിട്ട് അതിൻ്റെ വർഷവും കാലഗണനയും ചരിത്രവും ഒക്കെ പറയാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും ആ പഠിച്ചതുപോലെ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞാലാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. പക്ഷെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആ പാട്ടിൻ്റെ രാഗം എന്താണ്, അതിൻ്റെ താളം എന്താണ്, അതിൻ്റെ സാഹിത്യം എന്താണ്, ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ തൃപ്തരായിട്ട് മാറാറുണ്ട്. അതാണ് ഈ ശ്രുതിയുടെ ഒരു പ്രത്യേകത. ആത്മീയത എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശ്രുതി അനുഭവത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. സ്മരണയെ സൃഷ്ടിക്കുന്നതല്ല. പക്ഷെ ശ്രുതിയിലായിരിക്കുമ്പോഴാണ് കൃത്യമായ സ്മരണകൾ നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഒരു സത്യം. ആ ആത്മോപദേശ ശതകം ഒരർത്ഥവും ഒരു ഭാവവും മനസ്സിലാവാതെ വായിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി വരുമ്പോൾ അന്ന് ഉപ്പാടും ഉമ്മായോടും വീട്ടിലുള്ളവരോടൊക്കെ കുറച്ചും കൂടി മര്യാദക്ക് പെരുമാറുന്ന എന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് സ്മൃതി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മോശതകം എന്തെങ്കിലും ചിന്ത എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിന്തയും തന്നിട്ടില്ല. പക്ഷെ ഒരു സുഖം തന്നിട്ടുണ്ട്, സ്വസ്ഥത തന്നിട്ടുണ്ട്. ആ ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു ഹൃദയ പാരസ്പര്യത്തിലേക്ക് അത് വഴിവെട്ടി തന്നിട്ടുണ്ട്. ആ ഒരു ശ്രുതിയിൽ ആയിരുന്നത് കൊണ്ടായിരിക്കാം കുറച്ചും കൂടി മര്യാദക്ക്, വളരെ എന്താ പറയുക, എല്ലാ കുസൃതികളുമുള്ള ഒരു വ്യക്തിക്ക് കുറച്ചും കൂടി എല്ലാ വയലൻസും, എല്ലാ പ്രാകൃതമായിട്ടുള്ള സ്വഭാവങ്ങളും, വാശികളും, ദേഷ്യവും, വെറുപ്പും, വിദ്വേഷവും ഒക്കെയുള്ള ഒരു ബോധത്തിന് കുറച്ചും കൂടി അയവാർന്ന രീതിയിൽ, കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അന്ന് കണ്ടുമുട്ടുന്ന മനുഷ്യരോട്, ജീവികളോട്, പ്രകൃതിയോട് ഇടപഴകാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇടപഴകാൻ ആ വായനയും ആ ആത്മോപദേശ ശതക പുസ്തകത്തിൻ്റെ ഒപ്പമുള്ള ഇരിപ്പും സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആത്മോപദേശ ശതകമല്ല മനസ്സിലാക്കിയത്. ആ ഒരു ആത്മോപദേശ ശതകത്തിൻ്റെ ആ 100 ധ്യാനങ്ങൾ എന്ന് പറയുന്ന ഗുരുനിത്യയുടെ ആ പുസ്തകത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ ചുറ്റുപാടുകളോടൊപ്പം ഇരിക്കാനുള്ളൊരു മനസ്സ് അവിടെ തനിയെ രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ഇപ്പം ശ്രുതിയിൽ ആയിരിക്കാൻ കഴിഞ്ഞാലാണ് സ്മൃതിയിൽ മര്യാദയുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ള ഒരറിവ് എങ്ങനെയോ അന്ന് പകർന്നു കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഉദാത്തമായ ചിന്തകൾ ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് നല്ല മനുഷ്യരാവാൻ കഴിയണമെന്നില്ല. മറിച്ച് ഉദാത്തമായ ചിന്തയില്ലായ്മകൾ ഉണ്ടായാൽ, ശ്രുതി ഉണ്ടായാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി മാറാനുള്ള സാധ്യതയുണ്ട്. ഉദാത്തമായ ചിന്തകൾ നല്ല മനുഷ്യരെ സൃഷ്ടിക്കില്ല എന്നല്ല പറയുന്നത്. ഉദാത്തമായ ചിന്തകൾ കൊണ്ട് മാത്രം നല്ല മനുഷ്യരുണ്ടാവണമെന്നില്ല. ഉദാത്തമായ ചിന്തകൾ ശ്രുതിമധുരമായി അവരുടെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുന്നിടത്തു നിന്നാണ് മനുഷ്യത്വം എന്ന് പറയുന്ന, ആത്മത്വം എന്നൊക്കെ പറയുന്ന വെളിച്ചം നമ്മുടെ ബോധത്തിൽ ഉണ്ടായി വരും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം,
ഒരു പരിപൂർണമായ അല്ലെങ്കിൽ വളരെ സ്വാസ്ഥ്യമുള്ള ഒരു ലയാവസ്ഥയിലേക്ക്, ഒരു ശ്രുതിയിലേക്ക് നമ്മുടെ ബോധം വീണു പോകുന്ന സമയത്തൊക്കെ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കും. ഇതായിട്ട് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ സിദ്ധി കൊണ്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്, എനിക്കിതിൽ പങ്കില്ല, ഞാൻ വെറും ഒരു ചാനലായി മാറുന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമാവും. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തുടങ്ങി സംസാരിച്ചിങ്ങനെ വന്ന് ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് ഷൗക്കത്താണ്. ഇപ്പം ഷൗക്കത്ത് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഷൗക്കത്തുണ്ട്, ഷൗക്കത്താണ് സംസാരിക്കുന്നത്, ഇത് എൻ്റെ അറിവാണ് എന്നുള്ള തോന്നലൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ സംസാരിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വാക്കുകൾ വീണു പോവുകയും കുറച്ചും കൂടി ശുദ്ധമായിട്ടുള്ള വാക്കുകൾ എന്നിലൂടെ വരുന്നത് പോലെ ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തമുണ്ട്. അത് ഞാൻ എന്നിലെ ശ്രുതിയെ സ്പർശിക്കുമ്പോഴാണ് അതുണ്ടാവുന്നത്. മറ്റത് എൻ്റെ സ്മൃതിയാണ്. ഞാൻ എവിടെയൊക്കെയോ വായിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്തിട്ടുള്ള എൻ്റേതായിട്ടുള്ള ധാരണകളെ സുരുക്കൂട്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നു എന്ന ഫീലിലാണ് ഞാൻ തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന അറിവ് ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് എൻ്റെ കൈവിട്ടു പോവുകയും, ഇത് പാട്ട് പാടുന്നവർക്കും ചിത്രം വരയ്ക്കുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും എല്ലാം ഉള്ള അനുഭവമാണ്. ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും നമ്മൾ ഒരു ചാനലായിട്ട് മാറുകയും, എങ്ങനെയാണോ ഒരു ഓടക്കുഴലിലൂടെ പ്രാണൻ കടന്നു പോകുമ്പോൾ അതിലൂടെ സംഗീതം ഉണ്ടായി വരുന്നത്, അതുപോലെ നമ്മളൊരു ഹോളോ ആയിട്ട് മാറുകയും നമ്മളൊരു മീഡിയേറ്റർ മാത്രമായിട്ട് മാറുകയും നമ്മളൊരു ഉപാധി മാത്രമായിട്ട് മാറുകയും, ഇത് എൻ്റെ അറിവല്ല, എന്നിൽ നിന്ന് വരുന്ന അറിവുമല്ല, ഇത് എൻ്റെ നാദമല്ല, എന്നിൽ നിന്ന് വരുന്ന നാദവുമല്ല, എന്നിലൂടെ വരുന്നത് മാത്രമാണ്. ഞാൻ അവിടെ ഒരു ഉപാധിയായി നിന്നു കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്നോ എൻ്റേതോ ആയതല്ല എൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും, അത് എന്നിലൂടെ സംഭവിച്ചു പോകുന്നത് മാത്രമാണ് എന്ന ഒരു അറിവിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ആ ശ്രുതിയിൽ സ്പർശിക്കുമ്പോഴാണ്. അതുവരെ സ്മൃതിയുടെ ലോകത്തിലായിരിക്കുമ്പോഴൊക്കെ എത്ര ഉദാത്തമാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അത് എൻ്റെ കഴിവാണ്, എൻ്റെ അറിവാണ്, എൻ്റെ സിദ്ധിയാണ് എന്ന ഭാവമാണ് അവിടെ സ്ഫുരിച്ചു നിൽക്കാറുള്ളത്. ഇന്നും ആ 16-ാമത്തെ വയസ്സിൽ നിന്ന് 49-ാമത്തെ വയസ്സിലിരുന്ന് വീണ്ടും ഞാൻ ആത്മോപദേശ ശതകം ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും ആ 16-ാമത്തെ വയസ്സിലിരുന്ന ആ കുട്ടി ആ സ്ലേറ്റിൽ തറാപറ വായിച്ച് എഴുതി വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള അതേ മനോഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്ക് ആത്മോപദേശ ശതകം എന്തെങ്കിലും മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഹൃദയ പാരസ്പര്യമുള്ള കുറച്ച് മനുഷ്യരുടെ ഒപ്പം ഇരുന്ന് വാദിക്കാനോ ജയിക്കാനോ അറിവ് പ്രകടിപ്പിക്കാനോ ഒന്നിനുമല്ലാതെ ആ ഒരു ഹൃദയ പാരസ്പര്യത്തിൽ ഇരുന്ന് ആ കുറച്ച് സമയം 1.5 മണിക്കൂർ വളരെ ധ്യാനാത്മകമായി കഴിയുന്നത്ര സ്മൃതികൾ ഉണർന്നു വരാതെ എല്ലാവരുമായി പാരസ്പര്യപ്പെട്ട് ആ ശ്രുതിയിലായിരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് റിസൾട്ട്. ഇത് തന്നെയാണ് അന്നുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ആത്മോപദേശ ശതകം 100 ശ്ലോകം വായിച്ച് പഠിച്ച് ഇതുപോലെ ക്ലാസ്സൊക്കെ എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും, എല്ലാം പോയിട്ടുണ്ടാവും. ആത്മോപദേശത്തിലെ 50-ാമത്തെ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാലൊന്നും നമുക്ക് പറയാൻ അറിയണമെന്നില്ല. ഒന്ന് അന്വയിക്കും എന്ന് പറഞ്ഞാൽ അന്വയിക്കാൻ അറിയണമെന്നില്ല. ഒരു ശ്ലോകം പോലും ഒരുപക്ഷെ ചൊല്ലാൻ പോലും അറിയണമെന്നില്ല. പക്ഷേ ഓരോ ദിവസവും വൈകുന്നേരം
എങ്ങനെയെങ്കിലുമൊക്കെ സമയമുണ്ടാക്കി ഇവിടെ നമുക്ക് വന്നിരിക്കണമെന്ന് ഓരോ ദിവസം തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ആത്മോപദേശ ശതകത്തിൽ നിന്നല്ല, ആത്മോപദേശ ശതകം എന്ന ഉപാധിയിലൂടെ നമുക്ക് നമ്മളോട് ചേർന്നിരിക്കാനും നമ്മുടെ ബോധത്തിലുള്ള കല്ലിപ്പുകളൊക്കെ അലിഞ്ഞു കിട്ടാനും സഹായിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് നമ്മളെ വന്ന് തൊടുന്നത് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ സ്പർശത്തിന് പറയുന്നതാണ് ഗുരുത്വം എന്ന്. ഒരു ഗുരുത്വം നമ്മുടെ ലഘുവായിട്ടിരിക്കുന്ന ബോധത്തിൽ വന്ന് തൊടുകയും ഞാൻ എന്നും എൻ്റേത് എന്നും ദുരഭിമാനിച്ചിരുന്ന നമ്മുടെ ബോധത്തിന് എന്ത് ഞാൻ, എന്ത് എൻ്റേത് എന്ന ആത്മാഭിമാനത്തിലേക്ക് ഉണരാൻ ഈ ആത്മോപദേശ ശതകം എന്ന ഉപാധി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ വീണ്ടും ഞാനെന്നും എൻ്റേതെന്നും എന്നിൽ നിന്നെന്നും ഒക്കെ പറയുന്ന ലോകത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരു ഇതിനെ ധ്യാനിക്കണം, ഇതിനെ ഭജിച്ചിടണം എന്നൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം എന്ന് നമ്മൾ പറഞ്ഞു. അറിവറിയുന്നവനെന്ന് രണ്ടുമോർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേതും എന്ന ഒരു ഏകാത്മക സത്തയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഏകാത്മക സത്തയിൽ എങ്ങനെയാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നത്, തെളിഞ്ഞിരിക്കുന്നത് എന്ന് വളരെ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏകാത്മക സ്വരൂപത്തിൽ വല്ലപ്പോഴുമെങ്കിലൊക്കെ നമ്മൾ വീണുപോയിട്ടുണ്ടെങ്കിലും ആ ശ്രുതിയുടെ അതീവ ഹൃദ്യമായ ആനുഭൂതിക ലോകത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഞാനെന്നും എൻ്റേതെന്നുമില്ലാതെ സർവം എന്ന് പറയാവുന്ന ആ ഒരു കാരുണ്യത്തിൽ, അരുളിൽ, അൻപിൽ, അനുകമ്പയിൽ നമുക്ക് നിറഞ്ഞും ഒഴിഞ്ഞുമൊക്കെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നൈമിഷികമായ അനുഭവമാണ്. അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയവും ജീവിക്കുന്നത്, ഈ അറിവൊക്കെ അറിഞ്ഞാലും നമ്മൾ ജീവിക്കുന്നത് എന്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് എന്നാണ് ഗുരു പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ, അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ, പറകിലും അപ്പരതത്വമെന്ന പോലെ ഈ അറിവ് അറിയുന്നവനന്യമാകുവില്ല. എത്രയൊക്കെ നമ്മൾ അറിവിലമർന്ന് ആ ഒരു ഉണ്മയുടെ ആ ഒരു പൊരുളിലമർന്ന് ആ ശ്രുതിയിൽ പരിപൂർണമായി വിലയിച്ചിരുന്നാലും അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ കടന്നു വന്ന അനുഭവത്തെ എൻ്റെ അനുഭവമാണെന്നും അത് എൻ്റെ അറിവാണെന്നും അത് ഞാൻ പറഞ്ഞതാണെന്നും അത് ഞാൻ പാടിയതാണെന്നും അത് ഞാൻ വരച്ചതാണെന്നും പറഞ്ഞു പോകും.
അങ്ങനെ പറയണതിൽ തെറ്റുണ്ടോ? അതിലൊരു തെറ്റുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭയങ്കരമായ വിനയം കൊണ്ട് അത് പറയാതിരിക്കേണ്ട കാര്യവുമില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ ഇന്ന് പാടിയത് അറിവിനെ മമതയ്ക്കധീനമാക്കി പറഞ്ഞു പോകും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇത് എൻ്റെ പാട്ടല്ല, എന്നിലൂടെ വന്നതാണെന്ന് പറയരുത്. നമ്മൾ അത് ചില സമയങ്ങളിൽ നമ്മളത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് അനുഭവിക്കുമ്പോൾ അത് അങ്ങനെ ആയിരുന്നോട്ടെ. ഇനി അങ്ങനെ അനുഭവിക്കാത്ത സമയത്ത് ഇപ്പം ഞാനൊരു ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ധന്യത, ഒരു ആഴം ഞാൻ അനുഭവിച്ചു എന്നായിരുന്നു. ഞാൻ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, എന്നിലൂടെ പറയപ്പെടുന്നതാണെന്നുള്ള രീതിയിൽ അനുഭവിച്ചു എന്ന് കരുതുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു വന്ന് പിന്നെ എല്ലാവരുടെയും കൂടെ വട്ടത്തിലിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇന്ന് ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയും. അപ്പോൾ തൊട്ട് മുമ്പ് അനുഭവിച്ചത് എന്തായിരുന്നു? തൊട്ട് മുമ്പ് അനുഭവിച്ചത് എന്നിലൂടെ വന്നതിനെ ഞാനും കൂടി ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ച ആ അറിവിനെ, എന്നിലൂടെ ഒഴുകി വന്ന ആ അറിവിനെ എൻ്റെ മമതയ്ക്ക് അധീനമാക്കി ഞാൻ പറയും. പിന്നീട് എങ്ങനെ പറയും? ഞാൻ ഇന്നെടുത്ത ക്ലാസ് ഇങ്ങനെ പറയും. ആ സമയത്ത് പറയില്ല. ആ സമയത്ത് എനിക്കത് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ വെറും ഒരു ടൂളായിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്നിട്ട് പറയാം. ഇപ്പം മനീഷ് എന്ന് പറയും, ഇന്ന് ഞാൻ എടുത്ത ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നിലൂടെ ഒഴുകി വന്ന ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയില്ല. മമതയ്ക്കധീനമാക്കി പറയും, എൻ്റേത് എന്ന രീതിയിൽ പറയും. അത് പറയുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അതിന് നമ്മൾ ക്യാൻസൽ ചെയ്യരുത് എന്നുള്ളതാണ്. അത് മറ്റൊരു എക്സ്പ്രഷനാണ്. ഇന്ന് ഞാൻ പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം. അങ്ങനെ വന്നാൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് എന്നിലൂടെ സംഭവിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും നമ്മുടെ അനുഭവം. പക്ഷേ ഇന്ന് ഞാൻ പാടിയത്, ഞാൻ പറഞ്ഞത്, ഞാൻ വരച്ചത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ പറയാതിരിക്കുന്നതാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പറയണം. അപ്പൊ പരമമായിട്ടുള്ള സത്യത്തെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലൂടെ ഒഴുകി വന്നതാണ് അത്. ഞാൻ പാടിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ വരച്ചതോ അല്ല എന്ന് ഒരു സത്യം അവിടെ ഇരിപ്പുണ്ടെങ്കിലും ആ പരമാർത്ഥമോർത്തിയിടാതെ അറിവിനെ മമതയ്ക്കധീനമാക്കി നമ്മൾ പറഞ്ഞു പോകുമെന്നത് മാനുഷികമാണ്. അതിൽ അഭിരമിക്കാതിരിക്കണമെന്നേ ഉള്ളൂ. അതെങ്ങനെയാണ്? ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയാലും പറയിലും അപരതത്വം എന്ന പോൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, അറിവിനെ വിട്ട് ഞാനോ എന്നെ വിട്ട് അറിവോ ഇരിക്കുന്നില്ല, അതൊന്നിച്ചേ ഇരിക്കുന്നുള്ളൂ. അതങ്ങനെ പറഞ്ഞാലും, ഞാൻ വേറെയാണ് അറിവ് വേറെയാണ് എന്ന് പറഞ്ഞാലും, ഒരു തീ പറയാണ് തീ വേറെയാണ് വെളിച്ചം വേറെയാണെന്ന് പറഞ്ഞാലും തീയും വെളിച്ചവും ഒന്നായിട്ടാണ് ഇരിക്കുന്നത് എന്നതൊരു സത്യമാണ്. പറയുന്നു എന്നതുകൊണ്ട് തീയും വെളിച്ചവും വേറെ വേറെയായിട്ടിരിക്കുന്നില്ല. തീയും വെളിച്ചവും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തീയും വെളിച്ചവും ഒന്നായിട്ടേ ഇരിക്കുന്നുള്ളൂ. ഞാനും അറിവും രണ്ടായിട്ടിരിക്കുന്നില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കടലും തിരമാലയും ഒന്നായിട്ടാണ് ഇരിക്കുന്നുള്ളൂ. കടല് വേറെയാണ് തിരമാല വേറെയാണെന്നൊരാൾ പറഞ്ഞാൽ കടലും തിരമാലയും വേറെ വേറെ ആയിട്ടിരിക്കില്ല, അതൊന്നായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതുപോലെ എന്നിലൂടെ പറയപ്പെട്ടതാണ്, എന്നിലൂടെ പാടപ്പെട്ടതാണ് എന്ന് പറഞ്ഞാലും, ഞാൻ പാടിയതാണ് എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അത് രണ്ടും ഒന്നായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തു, ഞാൻ പാടി, ഞാൻ വരച്ചു എന്ന് പറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് അതെന്തോ മോശമായ വാക്കാണെന്നും ഞാനൊന്നുമില്ല എന്നിലൂടെ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള കാര്യമാണെന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ പാടി എന്ന് പറയുന്നതിനേക്കാൾ ഈഗോ എന്നിലൂടെ സംഭവിച്ചതാണെന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയാണ്, ഇന്ന് ഞാൻ ആത്മോപദേശതകം ക്ലാസ് എടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈഗോ വളരെ കുറവായിരിക്കും. പക്ഷെ ഞാൻ അപ്പുറത്തിരുന്ന് പറയണം, ഇന്നത്തെ ക്ലാസ് ഞാനല്ല എടുത്തത്,
എന്നിലൂടെ സംഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ സംഭവമാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ അറിവിനെ മമതയ്ക്ക് അധീനമാക്കി പറയാതിരിക്കുന്നത് മമതയ്ക്ക് അധീനമാക്കി പറയുന്നതിനേക്കാൾ വലിയ ദുരഭിമാനത്തെ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഇവിടെ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മൾ എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും, മമതയ്ക്ക് അധീനമാക്കി പറഞ്ഞാലും മമതയ്ക്ക് അധീനമാക്കാതെ പറഞ്ഞാലും, ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞാലും ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞാലും, ആ പരതത്വം എന്ന പോൽ കടലിൽ നിന്ന് എങ്ങനെയാണോ തിരമാല അന്യമല്ലാതിരിക്കുന്നത്, അതുപോലെ അറിവും അറിയപ്പെടുന്നതും അറിയപ്പെടുന്നവരും വേറെ വേറെ ആയിട്ടിരിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെ പറയുന്നു, നമ്മളിങ്ങനെ ഈ വിനയവും ഭാവവും പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര വിനയവാന്മാരായിട്ടിരുന്നാലും, എത്ര ഭക്തിയോടുകൂടി ഇരുന്നാലും, ഭക്തി ഇല്ലാതിരുന്നാലും ഒക്കെ നമ്മൾ അറിവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള വിനയത്തിൻ്റെയും കൃത്രിമമായിട്ടുള്ള സമർപ്പണത്തിൻ്റെയും കൃത്രിമമായിട്ടുള്ള ഭക്തിയുടെയും തോടാണ് ഒരുപക്ഷെ സത്യസന്ധമായ ഈഗോയേക്കാൾ കൂടുതൽ നമ്മളെ ഉപദ്രവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഇരുന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതാണ്. സത്യസന്ധമായ അഹന്ത പലപ്പോഴും ചെറുതാണ്. കൃത്രിമമായ വിനയം, കൃത്രിമമായ ഭക്തി, കൃത്രിമമായ നിരഹങ്കാരം വളരെ അപകടകരമാണ്. അതെന്താണ്? അത് ഉറക്കം നടിക്കലാണ്. മറ്റത് ഉറക്കമാണ്. ഇത് ഞാൻ പറഞ്ഞതാണ്, ഇത് ഞാൻ പാടിയതാണ് എന്ന് പറഞ്ഞത് കുറച്ചും കൂടി സത്യസന്ധമാണ്. അതുകൊണ്ട് ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ എളുപ്പമാണ്. പക്ഷേ ഇത് എന്നിലൂടെ സംഭവിച്ചതാണെന്ന് ആ അനുഭവ ലോകത്തിൽ ഇരിക്കുമ്പോഴല്ലാതെ നമ്മൾ പലപ്പോഴും പറയുന്നത് കൃത്രിമത്വമാണ്. ഇപ്പൊ നമ്മളൊരു ആരാധനയ്ക്ക് പോവുകയാണ്, ഒരു ക്ഷേത്രത്തിലേക്കോ ഒരു മസ്ജിദിലേക്കോ ഒരു ചർച്ചിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എവിടേക്കെങ്കിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ വളരെ നാച്ചുറലാണ്. നമ്മളുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി 90% ആളുകളുടെയും വളരെ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നടന്നിങ്ങനെ പോയി പെട്ടെന്ന് അതിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഉടനെ തന്നെ കൃത്രിമമായൊരു ഭാവത്തെ നമ്മൾ അങ്ങ് എടുക്കും, ഭയങ്കര ഗൗരവത്തിലാവും. അപ്പൊ അതുവരെ കൂളായിട്ട് നമ്മുടെ കൂടെ സംസാരിച്ചു വന്നിരുന്നൊരു എന്നൊക്കാക്കും, എന്തോ മഹാസംഭവം നമ്മൾ ചെയ്യാൻ പോണ പോലെ ആയിട്ട് മാറും. അത് ഭക്തിയല്ല. പക്ഷെ തനിയെ വന്ന് ഭവിക്കുന്നതുണ്ട്. അതിന് അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒന്നും പോകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ഉണർവ് വരിക. നമുക്കുണ്ടല്ലോ, നമ്മളിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഗുരുവിന്റെ കൃതി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പലരും പാടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ യാതൊരു കൃത്രിമത്വം ഇല്ലാതെയാണ് ഓരോരുത്തർ അവരവരുടെ ഇടങ്ങളിലായിരിക്കുന്നത്. ആരും ആരെയും കാണുന്നില്ല. അവരവരുടെ ഇടങ്ങളിൽ ഇരുന്ന് അവരവർ കേട്ടുകൊണ്ടിരിക്കുക. 100% ഒറിജിനലായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് ഓരോരുത്തരുടെ സ്പേസിൽ. അവിടെ കൃത്രിമമായിട്ടുള്ളൊരു ഭക്തിയോ കൃത്രിമമായിട്ടുള്ളൊരു വിനയമോ ഒന്നും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ല. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. അത് കുറച്ചും കൂടി ഒറിജിനലാണ്. അതുകൊണ്ട് അറിവിനെ മമതയ്ക്ക് അധീനമാക്കി പറഞ്ഞാലും പരമമായിട്ടുള്ള സത്യത്തെ, പൊരുളിനെ ഓർക്കാതെ അരുളിനെ മമതയ്ക്ക് അധീനമാക്കി ഞാൻ ആണ് പാടുന്നത്, ഞാനാണ് പറയുന്നത്, ഞാനാണ് വരയ്ക്കുന്നത്, ഞാനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാലും ആ പരതത്വം, പരമമായിരിക്കുന്ന തത്വം എങ്ങനെയാണോ അറിവിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത്, അതുപോലെ ഈ പറയുന്നവനിൽ നിന്ന് അന്യമല്ലാതെ തന്നെയാണ് അറിവ് ഇരിക്കുക. അതങ്ങനെ ഇരിക്കുള്ളൂ. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഇരിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സത്യസന്ധതയോടുകൂടി നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സ്പിരിച്വലായിട്ട് ആയിപ്പോകുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഞാനിനെ ചേർത്ത് വെച്ച് പറയാതിരിക്കുക എന്നുള്ള ഒരു രോഗാതുരമായ അവസ്ഥ. ഇപ്പൊ ഗുരു ഒരു പുസ്തകത്തിൽ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഗുരു ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഒരുപാട് എൻ്റെ എന്നുണ്ടായിരുന്നു, എൻ്റെ വാക്കുകൾ, എൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ ആ ഒരു പേജിൽ ഒരുപാട് എൻ്റെകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൂഫ് നോക്കി കൊണ്ടുവന്ന ഒരാള് ഈ എൻ്റേതൊക്കെ വെട്ടിക്കളഞ്ഞു.
അപ്പോൾ ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എന്താണ് താൻ ഈ ഞാൻ എഴുതിയിട്ടുള്ള എൻ്റേതൊക്കെ വെട്ടിയത്? ഗുരു എഴുതുമ്പോൾ ഈ എൻ്റെ എന്ന് പറയണത് വരില്ലല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞു, അത് എൻ്റേത് തന്നെയാണ്, അത് കംപ്ലീറ്റ് എൻ്റേത് എന്നാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഭയങ്കര ടീച്ചിങ് ആയിരുന്നു. അത് എൻ്റേതാണ്, എൻ്റെ വാക്കുകൾ, എൻ്റെ പുസ്തകം, അത് പോയിട്ട് എഴുതി തിരുത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ആളോട്. ഞങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കാം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എക്സ്പ്രഷനിൽ നിന്ന് എൻ്റേത് എന്ന് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റേത് ഇല്ലാതാവുന്നതാണ്. അങ്ങനെ എൻ്റേത് ഇല്ലാതാവുമോ? ഒരിക്കലും ഇല്ലാതാവില്ല. ഇനി എൻ്റേത് എന്ന് പറയുന്നത് അറിവല്ലേ? കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിൽ എല്ലാം പരവിളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അന്ധകരണങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങൾ തൊട്ടറിയുന്ന ലോകവും ഞാനും എൻ്റേതും എന്ന് പറയുന്നതെല്ലാം അറിവ് തന്നെ ആവിഷ്കൃതമായിട്ടിരിക്കുന്നതാണെങ്കിൽ എൻ്റേത് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഗുരുനിത്യ പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു വാക്ക് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇത് എൻ്റെ ഇടമാണ് എന്ന് തന്നെ പറയണം. എന്നിട്ട് മറ്റുള്ളവരെയും കൂടി അവിടെ അക്കോമഡേറ്റ് ചെയ്യണം. അതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എൻ്റേത് എന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല. എൻ്റേത് എന്ന് പറഞ്ഞത് ഉണ്ടായതാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ആത്മോപദേശ ശതകം, ആസ്വാദനം, ഷൗക്കത്ത് തന്നെയാണ് നാളെ എഴുതുക. ആസ്വാദനം ആത്മാവ് എന്ന് എഴുതൂല, ആസ്വാദനം അറിവ് എന്ന് എഴുതില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ, അത് സത്യമല്ലാതാവോ? അതും ചേർന്നാണ് സത്യമിരിക്കുന്നത്. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഈ പരമാർത്ഥമോർത്തിടാതെ പറകിലും അപരതത്വമെന്ന പോലെ അറിവറിയുന്നവൻ അന്യമാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റേത് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുറവുമില്ല. ആ പറച്ചിലും ആത്മതത്വത്തിൽ തന്നെയാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. തിരമാല എന്ന് പറഞ്ഞാലും വെള്ളം എന്ന് പറഞ്ഞാലും അത് തിരമാലയല്ല, വെള്ളമാണ്. തിരമാലയല്ല, വെള്ളമാണെന്ന് അറിഞ്ഞാൽ മതി. തിരമാലയാണെന്നുള്ള പറച്ചിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നീ എന്നുള്ള പറച്ചിൽ നിർത്തണ്ട. ഞാനും നീയും അവിടെ ഉണ്ട്. പക്ഷെ ഞാനായും നീയായും പലതായും ഇരിക്കുന്നത് ഒരേ ഒരു വെളിച്ചം തന്നെയാണ്, ഒരേ ഒരു വെള്ളം തന്നെയാണ് കടലായിരിക്കുന്നത് എന്നറിഞ്ഞാൽ മതി. അല്ലാതെ നാളെ മുതൽ ഇനി ഞാൻ എന്ന് പറയില്ല, എൻ്റേത് എന്ന് പറയില്ല എന്ന് തീരുമാനിച്ചാൽ അത് ഏറ്റവും വലിയ ഈഗോയാണ്. ഇതൊന്നും എനിക്കറിയില്ല, എന്നിലൂടെ സംഭവിക്കുന്നു എന്ന് പറയണ ആളുടെ പോലെ അഹങ്കാരിയായിട്ടുള്ള ഒരാളുണ്ടാവില്ല. ഇത് ഞാനല്ല, എന്നിലൂടെ സംഭവിക്കുന്നു എന്ന ഫീലിലൂടെ ചില നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് സത്യമാണ്. അപ്പൊ നമ്മൾ പറയില്ല ഇത് ഞാനല്ല പറയുന്നത്, എന്നിലൂടെ പറയപ്പെടുകയാണെന്ന് ആ സമയത്ത് നമ്മൾ പറയില്ലല്ലോ. നമ്മൾ ഇങ്ങനെ നിസ്സഹായരായിട്ട് ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിറങ്ങി വന്ന് ഞാൻ എൻ്റേത് എന്ന് സജീവമായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് അത് എന്നിലൂടെ ഒഴുകി വരികയായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ ഈഗോയിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. എന്തോ സംഭവമാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും അങ്ങനെ പറയുമ്പോൾ എൻ്റേത് എന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല. അറിവ് മമതയ്ക്കധീനമാക്കി പറയുന്നു എന്നതുകൊണ്ട് അറിയുന്നവനും പറയുന്നവനും അറിവിൽ നിന്ന് അന്യമായിരിക്കുന്നില്ല, അതൊന്നായിട്ട് തന്നെ ഇരിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഈഗോ എന്ന് പറയുന്നത് ഞാൻ എന്നും എൻ്റേതെന്നും പറയുന്നോ പറയാതിരിക്കുന്നോ അനുഭവിക്കുന്നോ അനുഭവിക്കാതിരിക്കുന്നോ എന്നുള്ളിടത്തല്ല ഇരിക്കുന്നത്, അവിടെ നമ്മൾ ആയിരിക്കുമ്പോഴുള്ള നമ്മുടെ അവസ്ഥയാണ്. ഗുരു അത് മനോഹരമായിട്ട് ഗുരുനിത്യ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ആത്മീയമായിട്ടുള്ള അറിവുകളെ മുഴുവൻ ക്യാൻസൽ ചെയ്യുന്ന ഒരു അറിവാണ് ഗുരു പറയുന്നത്. ഇത് എൻ്റെ ഇടമാണ് എന്ന് പറയണം. എന്നിട്ട് അവിടെ മറ്റുള്ളവർക്ക് കൂടി പ്രവേശിക്കാനുള്ള അവകാശം കൊടുക്കണം. അവരെയും കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അത് കുറച്ചും കൂടി സത്യസന്ധമാണ്. അവിടെയാണ് ഗുരു ആളെ കൊണ്ട് തിരിച്ച് എൻ്റേത് എന്ന് തന്നെ എഴുതിക്കൊണ്ടുപോവാ. ഇത് എൻ്റെ അറിവാണ്, എൻ്റെ പുസ്തകമാണ്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്ന് പറയില്ല. എൻ്റേത് എന്ന് പറയാതിരിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ ഗുരു ആവുന്നില്ല. എൻ്റേത് എന്ന് പറയുന്നു എന്നതുകൊണ്ട് ഒരാൾ ഗുരു ആവാതെയും ഇരിക്കുന്നില്ല.
അവിടെ എൻ്റേത് എന്ന് പറയുന്നോ പറയാതിരിക്കുന്നോ എന്നുള്ളതല്ല വിഷയം. ആ എൻ്റേത് എന്ന് പറഞ്ഞാലും എൻ്റേത് എന്ന് പറയാതിരുന്നാലും അത് തനിക്കും തൻ്റെ ചുറ്റുപാടിനും ഗുണകരമായി മാറുന്ന രീതിയിലാണോ ആവിഷ്കൃതമായിരിക്കുന്നത് എന്നതിലേക്ക് മാത്രമേ നോക്കേണ്ടതുള്ളൂ. കാരണം എൻ്റേത് എന്ന് പറഞ്ഞാലും ഞാൻ എന്ന് പറഞ്ഞാലും എൻ്റേതെന്ന് പറയാതിരുന്നാലും ഞാൻ എന്ന് പറയാതിരുന്നാലും എല്ലാം ആ പരതത്വം എന്ന പോലെ ആ പറയുന്ന ആളും അറിവും വേറെ വേറെയായി ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലും അപ്പരതത്വമെന്ന പോലെ അറിവറിയുന്നവന് അന്യമാകുവില.